മണിപ്പൂരിൽ വീണ്ടും ചോരപ്പുഴ ഒഴുകുകയാണ്. സമാധാനം തിരിച്ചു കൊണ്ടുവന്നെന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവകാശവാദങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ വടക്കുകിഴക്കൻ സംസ്ഥാനം വീണ്ടും വംശീയ അതിക്രമങ്ങളിൽ കത്തിയെരിയുകയാണ്. ഇരട്ടേഞ്ചൻ ഭരണത്തിന്റെ തണലിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതത്വവുമില്ലാത്ത അവസ്ഥ. ഏറ്റവും ഒടുവിലായി രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു ദാരുണ സംഭവമാണ് മണിപ്പൂരിൽ അരങ്ങേറിയത്. ചുരാചന്ദ്പൂരിൽ നടന്ന സഭായോഗത്തിൽ പങ്കെടുത്ത ശേഷം കാങ്പോക്പിയിലേക്ക് മടങ്ങുകയായിരുന്ന ക്രൈസ്തവ മത നേതാക്കളുടെ വാഹനങ്ങൾക്ക് നേരെയാണ് അജ്ഞാത സായുധ സംഘം ക്രൂരമായ ആക്രമണം നടത്തിയത്. കോട്ജി, കോട്ടലൻ ഗ്രാമങ്ങൾക്കിടയിൽ വെച്ചുണ്ടായ ഈ ആസൂത്രിത വെടിവെപ്പിൽ തഡോ ബാപ്റ്റിസ്റ്റ് അസോസിയേഷൻ ഭാരവാഹികളും കുക്കി വിഭാഗത്തിലെ പ്രമുഖ മത നേതാക്കളുമായ റവറന്റ് വി സിറ്റ്ലിംഗ് ഹൗ, റവറന്റ് കൗഗൈ ലൈൻ, പാസ്റ്റർ പാഗൗ ലൈൻ എന്നിവരടക്കം 4 പേരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ജനങ്ങൾക്ക് പ്രത്യാശ നൽകേണ്ട മത നേതാക്കളെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത വിധം മണിപ്പൂർ ഇന്നും പൂർണ്ണമായും തകർന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ കൊലപാതകങ്ങളോടെ മണിപ്പൂരിലെ ജനങ്ങളുടെ ക്ഷമ പൂർണ്ണമായും നശിച്ചിരിക്കുകയാണ്. BJP സർക്കാരിന്റെ നിസ്സംഗതയ്ക്കും പരാജയത്തിനുമെതിരെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ജനകീയ കൊടുങ്കാറ്റാണ് ഉയരുന്നത്. ക്രമസമാധാനം തകർന്നതിൽ പ്രതിഷേധിച്ച് മണിപ്പൂരിലെ പ്രമുഖ മെയ്തേയ് സംഘടനയായ കൊക്കോമി ഭരണകക്ഷിയായ BJPയെ പരസ്യമായി ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. BJPയുടെയോ അവരുടെ ജനപ്രതിനിധികളുടെയോ ഒരു പരിപാടികളിലും ജനങ്ങൾ പങ്കെടുക്കരുത് എന്നാണ് സംഘടനയുടെ കർശന നിർദ്ദേശം. മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്നത് തദ്ദേശീയർക്കെതിരായ ഒരു പ്രോക്സി വാർ അഥവാ പരോക്ഷ യുദ്ധമാണെന്ന് കൊക്കോമി നേതാക്കൾ ആരോപിക്കുന്നുണ്ട്. ഒരു BSF ജവാന്റെ മകളുടെ കൊലപാതകവും തൊട്ടു പിന്നാലെ കാങ്പോക്പിയിൽ സഭാ നേതാക്കൾ കൊല്ലപ്പെട്ടതുമാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. മെയ്തേയ് സംഘടനകളും വനിതാ കൂട്ടായ്മകളും പ്രഖ്യാപിച്ച 5 ദിവസത്തെ സമ്പൂർണ്ണ അടച്ചിടൽ സംസ്ഥാനത്തെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിപ്പിക്കുകയാണ്. സ്വന്തം ജീവൻ നിലനിർത്താൻ ജനങ്ങൾക്ക് ഭരണകക്ഷിയെ തന്നെ ബഹിഷ്കരിക്കേണ്ടി വരുന്ന ഒരു ദയനീയ കാഴ്ചയാണ് നാം ഇന്ന് മണിപ്പൂരിൽ കാണുന്നത്. എന്താണ് മണിപ്പൂരിനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്? നമുക്കൊന്ന് ചരിത്രം പരിശോധിക്കാം. ഏകദേശം 3 വർഷം മുൻപ്, അതായത് 2023 മെയ് മാസത്തിലാണ് മണിപ്പൂരിനെ ചുട്ടുചാമ്പലാക്കിയ ഈ വംശീയ കലാപത്തിന്റെ തുടക്കം. സംസ്ഥാനത്തെ ഭൂരിപക്ഷ ജനവിഭാഗമായ മെയ്തേയ് സമൂഹത്തിന് പട്ടികവർഗ പദവി നൽകുന്നത് പരിഗണിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാണ് വർഷങ്ങളായി നിലനിന്നിരുന്ന വംശീയ അസ്വസ്ഥതകളെ പെട്ടെന്ന് ആളിക്കത്തിച്ചത്. ഇതിനെതിരെ മണിപ്പൂരിലെ മലയോര മേഖലകളിൽ താമസിക്കുന്ന കൂക്കി, നാഗ തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. തുടർന്നുണ്ടായ ഗോത്രവർഗ ഐക്യദാർഢ്യ മാർച്ചിന് പിന്നാലെ ഇരു വിഭാഗങ്ങളും തമ്മിൽ ആരംഭിച്ച സംഘർഷം പിന്നീട് സംസ്ഥാനത്തെ പൂർണ്ണമായും വിഭജിക്കുന്ന അതിക്രമങ്ങളിലേക്ക് വഴിമാറുകയായിരുന്നു. ഇംഫാൽ താഴ്വരയിൽ ഭൂരിപക്ഷമുള്ള മെയ്തേയ് വിഭാഗവും മലയോര മേഖലകളിൽ സ്വാധീനമുള്ള കുക്കി വിഭാഗവും തമ്മിൽ ആയുധങ്ങളുമായി തെരുവിൽ ഏറ്റുമുട്ടി. 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു. 10,000-കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. മാസങ്ങളോളം ഇന്റർനെറ്റ് നിരോധനവും കർഫ്യൂവും ഏർപ്പെടുത്തിയിട്ടും അന്ന് ആളിപ്പടർന്ന ആ വംശീയ വിദ്വേഷത്തിന്റെ തീപ്പൊരികൾ അണയ്ക്കാൻ ഭരണകൂടത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് നമ്മൾ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. മണിപ്പൂരിൽ പൂർണ്ണ സമാധാനം തിരിച്ചു കൊണ്ടുവന്നെന്നും ഇരട്ട എഞ്ചിൻ ഭരണത്തിന് കീഴിൽ സംസ്ഥാനം വികസനത്തിലേക്ക് കുതിക്കുകയാണെന്നുമാണ് BJP ദേശീയ നേതൃത്വവും പ്രധാനമന്ത്രിയും നിരന്തരം അവകാശപ്പെടുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇടപെട്ട് സ്ഥിതിഗതികൾ ശാന്തമാക്കിയെന്നാണ് ഡൽഹിയിലിരുന്ന് ഇവർ തള്ളുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? ഈ അവകാശവാദങ്ങളെല്ലാം വെറും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങൾ മാത്രമാണെന്ന് മണിപ്പൂരിലെ ഓരോ പുതിയ ചോര ചൊരിച്ചിലും തെളിയിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായ സമയത്ത് ഇടപെടാതിരിക്കുന്നതും സുരക്ഷാ വീഴ്ചകളുമാണ് കലാപത്തിന്റെ വ്യാപ്തി കൂട്ടുന്നത്. ജനങ്ങളെ വംശീയമായി വിഭജിച്ച് രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുന്ന BJP ഭരണകൂടത്തിന്റെ പരാജയമാണ് മണിപ്പൂർ ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരന്തം. കാര്യങ്ങൾ ഇവിടെയും തീരുന്നില്ല. 3 വർഷമായി തുടരുന്ന മെയ്തേയ് കുക്കി വംശീയ കലാപത്തിന് പുറമെ ഇപ്പോൾ ഉക്രൂൾ ജില്ലയിൽ കൂക്കി, നാഗ വിഭാഗങ്ങൾ തമ്മിലുള്ള പുതിയ സംഘർഷങ്ങൾ കൂടി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. 38-ലധികം സായുധ സംഘാംഗങ്ങൾ നിലവിൽ ജനങ്ങളെ ബന്ദികളാക്കിയിട്ട് BJP സർക്കാർ ഇപ്പോഴും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഇംഫാൽ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്
ലീനസ് നെലി പ്രതികരിച്ചത് മണിപ്പൂരിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു എന്നാണ്. ജനങ്ങൾ ഇതിനകം തന്നെ ഏറെ ദുരിതങ്ങൾ സഹിച്ചു കഴിഞ്ഞുവെന്നും ഇനി സമാധാനപരമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ സ്വന്തം അധികാര കസേര സംരക്ഷിക്കാൻ BJP സർക്കാർ നടത്തുന്ന നിസ്സംഗതയുടെ ഒടുവിലത്തെ ഇരകളാവുകയാണ് അവിടുത്തെ സാധാരണ ജനങ്ങൾ. ക്രമസമാധാനം പൂർണ്ണമായും തകർന്ന മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഇപ്പോൾ രാജ്യവ്യാപകമായി ശക്തമായിരിക്കുകയാണ്. മോദി സർക്കാരും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും മണിപ്പൂരിലെ ജനങ്ങളെ ക്രൂരമായി വഞ്ചിക്കുകയാണെന്ന് മുൻ മുഖ്യമന്ത്രി ഇബോബി സിംഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം കുറ്റപ്പെടുത്തുന്നുണ്ട്. സഭാ നേതാക്കളുടെ വധക്കേസുകളിൽ സമയബന്ധിതമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രധാനമന്ത്രിക്ക് നേരിട്ട് നിവേദനം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം സർക്കാരിനെതിരെ വലിയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഒരു സംസ്ഥാനം മുഴുവൻ കത്തിയെരിയുമ്പോഴും സ്വന്തം ജനത ചോരയിൽ മുങ്ങിത്താഴുമ്പോഴും നിസ്സംഗത തുടരുന്ന BJP നേതൃത്വം ചെയ്യുന്നത് ചരിത്രപരമായ ഏറ്റവും വലിയ വഞ്ചനയാണ്. മണിപ്പൂരിലെ നിരപരാധികളുടെ ചോരയ്ക്ക് ഈ ഭരണകൂടം എന്നെങ്കിലും മറുപടി പറയേണ്ടി വരും. മണിപ്പൂരിലെ ജനങ്ങൾക്ക് എന്നാണ് ഇനിയൊരു സമാധാന ജീവിതം സാധ്യമാക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.